എന്റെ കവിതയെ ചേട്ടൻ മരിച്ചിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഒരാണ്ട് തികയുന്നതിന് മുമ്പ് കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടെ എന്നെ കൊല്ലിയേരെ. എന്റെ ചേച്ചി ധൈര്യമായിട്ട് മകന്റെ കല്യാണം നടത്താൻ നോക്കുന്നേ. ചേച്ചി ആരെയാ നീ പേടിക്കുന്നത്? ഏ എടി, എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. നിനക്കറിയത്തില്ലേ ചേട്ടന്റെ പെങ്ങളുടെ സ്വഭാവം? നിനക്ക് നന്നായിട്ട് അറിയാലോ. ചേട്ടന്റെ പെങ്ങളും ഉണ്ട്, പിന്നെ അനിയന്റെ ഭാര്യനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. പുറത്ത് താമസിക്കുന്നേ രണ്ടുപേരും കൂടെ വന്നിട്ട് എന്നെ ശരിയാക്കും. ചേച്ചിയുടെ നാത്തുവിന്റെയും കെട്ടുവിന്റെ അനിയന്റെ ഭാര്യയുടെ ഒക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയും. അവരുടെ മകനുണ്ടല്ലോ, കുടിച്ചു കുടിച്ച് കള്ളും കുടിച്ച് ലക്കില്ലാതെ നടക്കുന്നത്. 10 34 വയസ്സായി, എന്നിട്ടും അവനൊരു കല്യാണം നടന്നോ? ഇനി ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? അതുമാതിരി കുടിച്ചു നശിച്ചതിന്റെ കരൾ മുഴുവൻ പോയിരിക്കുന്ന ചെറുക്കൻ. അതുപോലെ ചേച്ചിയുടെ മകനും ഇവിടെ കെട്ടാതെ നിൽക്കണം. അതാണ് ചേച്ചിയുടെ അനിയന്റെ ഭാര്യയുടെ ഉദ്ദേശം. ഓ, നാത്തൂരും പിന്നെ കുശുമ്പത്തിയാണല്ലോ. അവരുടെ വാക്കും കേട്ടോണ്ട് ചെറുക്കനെ കെട്ടിക്കാതെ ഇരുന്ന ആ പെണ്ണിനെ വേറെ അവര് കെട്ടിച്ചു കൊടുക്കും. ചെറുക്കന്റെ കല്യാണത്തിന്റെ കാര്യം ഗോവിന്ദയാകുവേ. അതെനിക്ക് അറിയാന്നേ. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം വന്നപ്പോ അതങ്ങ് നടത്താൻ തീരുമാനിച്ചത്. കാര്യം ചേട്ടനുള്ളപ്പോഴേ ഉറപ്പിച്ചിട്ട കല്യാണമാ. ഇപ്പൊ ചേട്ടനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇതുങ്ങളെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടേ നേരിടാൻ വേണ്ടിട്ട്. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് വിറയ്ക്കുവോ ശരീരം. ആ, പിന്നെ ചേച്ചി തയ്ക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തന്നെ തരണേ. ഉം ശരി ശരി. ആ, ശശികല ചേച്ചി. രാജി, വാ. രാജി, പിള്ളേർ സ്കൂളിൽ പോയോടി? പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ഞാൻ കവിത ചേച്ചിയുടെ വീട്ടിൽ വന്നായിരുന്നു. അന്നേരം മോനാ പറഞ്ഞേ ചേച്ചി ശശികല ചേച്ചിയുടെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടെന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, പുതിയ ചുരിദാർ വാങ്ങിയല്ലേ? തയ്ക്കാൻ തരാൻ വേണ്ടിട്ടായിരിക്കും. അവളുടെ ചുരിദാറെല്ലാം ഞാൻ തന്നെ തയ്ക്കുന്നേ. പിന്നെ ആഴ്ചക്കാഴ്ചക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടിട്ട് ഞാനാരാ? കഴിഞ്ഞ ആഴ്ച തയ്ച്ചു തന്ന ചുരിദാറില്ലേ, അതിന്റെ കഴുത്ത് വല്ലാണ്ട് ഇറങ്ങിപ്പോയി ചേച്ചി. ഫ്രണ്ട് വശത്ത് എന്തെങ്കിലും ഒരു പീസ് വെച്ച് തയ്ച്ച് എന്തെങ്കിലും ഇതാക്കി തരണം. പിന്നെ കഴിയാണെങ്കിൽ രണ്ട് കൈയും ഭയങ്കര ലൂസാണ്. പുറകിൽ സിബ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി, അതും വെച്ചിട്ടില്ല. ഈ രണ്ട് വശം ഇങ്ങനെ തൂങ്ങി കിടക്കുവാണ്. മൊത്തത്തിൽ ചുരിദാർ ഭയങ്കര വൃത്തികേട ചേച്ചി ഇട്ടിട്ട്. എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി താ. കേട്ടോ ചേച്ചി, ഇവിടെ എന്റെ അടുത്തൊരു ചുരിദാർ തയ്ക്കാൻ തന്നു. പിടിച്ചാ കിട്ടാത്ത ഒരു തുണിയാ. എന്റെ ദൈവമേ, ഒരു പ്രകാരത്തിലാണ് ഞാൻ എന്റെ മോനെയും കൂടി സഹായത്തിന് വിളിച്ച് അതൊന്ന് തയ്ച്ചു കൊടുത്തത്. ഓ, അത് ഞാൻ തയ്ക്കാനെടുത്ത സമയം. വേറെ 2 3 ചുരിദാർ തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവളുടെ ഈ ചുരിദാർ തയ്ച്ചു കൊടുത്തത്. അയ്യോ എന്റെ ദൈവമേ, ആണെങ്കിൽ ആ ആനന്ദവല്ലി ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടാ പോയത്. ഒരു ബ്ലൗസ് തയ്ക്കാനുള്ള തയ്ച്ചു കൊടുത്തില്ലെന്ന്. അത്രയും പണിയായിരുന്നു തയ്ക്കാൻ. തുണി പിടിച്ചാ പിടിച്ചെടുത്ത് നിക്കണ്ടേ? അല്ല ചേച്ചി, ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ പിടിച്ചാൽ കിട്ടാതെ തയ്ക്കാൻ പറ്റാത്ത തുണിയൊക്കെ മെറ്റീരിയൽ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത് എന്തിനാ പോലും, അല്ലേ? ആ, അത് ശരിയാ കേട്ടോ. പിന്നെ അത് തയ്ക്കേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ലേ, ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക്? അത് മാത്രല്ല എന്റെ ചേച്ചി, മൊത്തം കല്ലും മുള്ളുമാണ് ആ തുണിക്കകത്ത്. കല്ലും മുള്ളുവോ? അതെന്നാ? എന്റെ ശശികല ചേച്ചി, സ്റ്റോൺ വർക്ക് ഉണ്ട്, അതിനാണ് ഈ കല്ലും മുള്ളെന്നൊക്കെ പറയുന്നത്. സ്റ്റോൺ വർക്ക് ഉള്ള ചുരിദാർ ഇല്ലേ പിന്നെ? ഓ, അത് അങ്ങനെ. എന്റെ 4 സൂചിയാണ് പൊട്ടിപ്പോയത്. ഈ കല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അതിൻ്റെതായ സ്ഥാനത്ത് വേണ്ടേ? ഇത് മൊത്തം ഈ സ്റ്റോൺ വർക്കാണ്. എന്റെ 4 സൂചി പൊട്ടിപ്പോയി. ആ ചെറുക്കനാണെങ്കിൽ ഞാൻ സൂചിയും മേടിച്ചോണ്ട് വന്ന് എന്റെ ദൈവമേ, അത് തയ്ച്ച കാര്യം എനിക്ക് ഓർക്കാനും പറയാനും പറ്റൂല. ഇതുപോലത്തെ തുണിയൊന്നും എടുക്കരുത് കേട്ടോ, ഈ വിലയും കൊടുത്തിട്ട്. ചിലരിങ്ങനെ കുറെ വലിയ വിലയും കൊടുത്ത് തുണി എടുക്കും. ഒന്നും ഒരു കാശിനും കൊള്ളിയാത്ത തുണി. വില നോക്കിയാണോ തുണി എടുക്കേണ്ടത്? സാധനം നല്ലത് നോക്കി എടുക്കണം. ചേച്ചി അതിന്റെ ഫ്രണ്ട് വശമെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ. ഞാനാണെങ്കിൽ വൺ സൈഡിലാണ് ഷോൾ ഇടുന്നത്. എന്റെ പൊന്ന് രാജി, നീ ഷോൾ ഇങ്ങനെ വിടർത്തി ഇട്ടാ മതി. കുറച്ച് കഴുത്തിറങ്ങി പോയതൊന്നും ശ്രദ്ധിക്ക്. വരാ ഈ ഷോൾ ഇടുന്നതല്ലേ. നീ ദയവ് ചെയ്താൽ ചുരിദാർ തുണിയും കൊണ്ട് പോയിക്ക്. എനിക്കത് കാണുമ്പോൾ തന്നെ അങ്ങ് ദേഷ്യം വരുവേ. എനിക്ക് വേറെ 100 കൂട്ടം ചുരിദാർ തയ്ക്കാനുണ്ട്. ബ്ലൗസ് ആണെങ്കിൽ ആ പുഷ്പവല്ലി ചേച്ചിയുടെ ബ്ലൗസ് ഒക്കെ തയ്ച്ചു കൊടുക്കാനുണ്ട്. ചേച്ചി അതിന് ഷോൾ വിടർത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുരിദാറിന്റെ ഭംഗി പോയില്ലേ. അതിനകത്ത് നിറച്ചും സ്റ്റോൺ വർക്ക് ഉള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ വൺ സൈഡിലാണ് ഷോൾ ഇടുക. ഈ വൺ സൈഡിൽ ഷോൾ ഇടുമ്പോൾ കഴുത്ത് വല്ലാണ്ട് ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ. എന്റെ കെട്ടിയാണെങ്കിൽ പിന്നെ അത് മതി. ഓ, നീ ഈ കൊച്ചു പിള്ളേർ ഇടുന്ന പോലെ ഒറ്റ സൈഡിൽ ഷോളൊന്നും ഇട്ടോണ്ട് പോകണ്ട. ഷോൾ അങ്ങ് വിടർത്തി ഇട്. 2 പിള്ളേരൊക്കെ ആയില്ലേ. കെട്ടിയോനെ ഇത്ര പേടിയാണെങ്കിൽ അങ്ങോട്ട് വിടർത്തി ഇട്ടോണ്ടങ്ങ് പോകും ഇപ്പൊ തൽക്കാലത്തേക്ക്. ചേച്ചിക്ക് ഇപ്പൊ അതൊന്നും ശരിയാക്കി തരാൻ പറ്റുമോ ഇല്ലയോ? ചേച്ചി ഏത് വർക്ക് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ ചുരിദാർ കൊണ്ടുപോയിട്ട് ചേച്ചിയുടെ സെറ്റ് ഔട്ടിൽ ഇട്ടിട്ട് ഞാൻ പോകും. ചേച്ചിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ ചേച്ചി ശരിയാക്കി താ, അല്ലെങ്കിൽ ചേച്ചി തന്നെ അത് വെച്ചോ. 520 രൂപയാണ് ഞാൻ ചുരിദാറിന് തയ്യൽ കൂലി തന്നത്. ചേച്ചി എന്തോ ലൈനിങ് ചേച്ചിയാ വാങ്ങിച്ചതെന്ന് എന്നോട് പറഞ്ഞു. ആ പാലിനകത്ത് വിത്ത് ലൈനിങ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, വെറുതെ ചേച്ചിയോട് ഒച്ചപ്പാട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. ഓ, അതിന്റെ പാന്റില് ലൈനിങ് ഉണ്ടായിരുന്നല്ലേ? എന്നാ ഞാൻ മറന്നുപോയതാ, നീ അത് പറയണ്ടേ? പറച്ചിലൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ലൈനിങ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ചേച്ചി അന്നേരം അത് സമ്മതിച്ചു തരണ്ടേ? ലൈനിങ് ചേച്ചി വേറെ വാങ്ങിയതാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലും ചേച്ചി അതൊന്ന് വൃത്തിയാക്കി തരൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
മിക്ക തയ്യലുകാരും ഇങ്ങനെ തന്നെയാ. തയ്ക്കാൻ കൊണ്ടുവരുന്നവരുടെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടം അങ്ങോട്ട് അവർ പഠിപ്പിക്കുവാണ്. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചേച്ചി എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? കേട്ടോ ശശികല ചേച്ചി, കേരളത്തെ സുഷമേച്ചി ഇല്ലേ, ഈ ചേച്ചിയുടെ കവിതേച്ചിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഒരു സാരി കൊടുത്തു. സാരിക്കകത്ത് ബ്ലൗസ് മുറിക്കാൻ വേണ്ടിട്ടാ ഈ ചേച്ചി മുന്താണി മുറിച്ചു ബ്ലൗസ് അടിക്കാൻ വേണ്ടിട്ട്. അയ്യോ എന്റെ ദൈവമേ, എന്നിട്ടോ? എന്നിട്ട് ആ സാരിയിൽ ലാസ്റ്റ് വേറെ തുണി മേടിച്ച് വെച്ച് പിടിപ്പിച്ച് എന്ത് പോരം കെട്ടിയ കല്യാണത്തിന് പോയെന്നറിയാമോ? അങ്ങനത്തെ സാധനമാണ്. എടുത്ത് ഞാനല്ലാതെ വേറെ എല്ലാം തയ്ക്കാൻ കൊണ്ടുത്തരുമോ? എനിക്ക് ചുരിദാർ വിലയ്ക്ക് ശരിയാക്കി തന്നോളൂ, ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് ഞാൻ ചുരിദാർ വൃത്തിയാക്കി തരാം. ഇപ്പോ ഞാൻ വരുവാ. ആ എന്തൊരു അഹങ്കാരിയാ എന്റെ ചേച്ചി ഇവള്. അവളുടെ ചാട്ടം, ആ ചവിട്ടി തുള്ളിയുള്ള പോക്കൊക്കെ കണ്ടോ? ഞാൻ എത്ര പേർക്ക് എത്ര വർഷമായിട്ട് തുണി തയ്ച്ചു കൊടുക്കുന്നതാ. +2 കഴിഞ്ഞപ്പോ മുതൽ ഞാൻ തയ്യൽ തുടങ്ങിയതാ. ഇന്ന് വരെ എന്റെ അടുത്ത് ആരും ഇങ്ങനെ കിടന്ന് ചാടി കളിച്ചിട്ടൊന്നുമില്ല. അതിന് മാത്രം ഇറങ്ങി പോയിട്ടൊന്നുമില്ല. ആ പെണ്ണിന് പിന്നെ കഴുത്തേ കയറി ഇരിക്കണോ ചുരിദാറിന്റെ ഇത്? ഈ ചാട്ടം ആ പെണ്ണ് വീട്ടിൽ കിടന്ന് കളിക്കുന്നത്. എന്റെ കവിതയും മതി, നീ പോയിട്ട് അത് ശരിയാക്കി കൊടുക്കാൻ നോക്കിക്കേ. ചെല്ലിപ്പോ. അപ്പൊ ചേച്ചി തയ്ക്കാനുള്ളതൊക്കെ എന്റെ കയ്യിൽ തന്നെ തരണം കേട്ടോ. മോന്റെ കല്യാണം ആകാറായില്ലേ? ഇടി ഞാൻ തയ്ക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെ ഞാൻ തയ്ക്കാൻ കൊടുക്കുകയില്ല. എന്തായാലും ചെറുക്കന്റെ നിന്റെ കയ്യിൽ കൊണ്ട് തരാൻ പറ്റിയല്ല, എന്റെതല്ലേ തരാൻ പറ്റുള്ളൂ. ഞാൻ നിന്റെ കയ്യിലേ തരുള്ളൂ. നീ എങ്ങനെയെങ്കിലും തയ്ച്ചു തന്നാ മതി, പോരെ? അല്ല, നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് ചേച്ചിയുടെ മനസ്സിന് വല്ല മാറ്റവും വന്ന് വേറെ എവിടെയും കൂടെ തയ്ക്കാൻ കൊടുക്കുമെന്നോർത്ത് പറഞ്ഞതാ. എന്നാ പോട്ടെ. ചേട്ടൻ മരിച്ചിട്ട് 1 വർഷം ആവുന്നതിന് മുമ്പ് കല്യാണം നടത്താൻ വേണ്ടിട്ട് ഞങ്ങള് സമ്മതിക്കുകയില്ല. അതെങ്ങനെ കല്യാണം നടത്തുന്നത്? 1 വർഷമെങ്കിലും ആവട്ടെ. ചേച്ചിക്ക് ഇത് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നെന്നാ ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യൻ മരിച്ചു പോയിട്ട് 1 വർഷം ആവുന്നതിന് മുമ്പ് അയാളുടെ മകനെ കെട്ടിക്കണമെന്ന്. ഇതൊക്കെ എങ്ങനെയാ മനസ്സ് വരുന്നത്? നാട്ടിൽ നിന്ന് പറയുന്നെങ്കിലും ഒന്ന് വിചാരിക്കണ്ടേ? എന്റെ സാവിത്രി, എനിക്കിപ്പോ കല്യാണം നടത്താൻ താല്പര്യം ഉണ്ടായിട്ടല്ല. ഇതിപ്പോ പെണ്ണിന്റെ വീട്ടുകാർ 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്നും പറഞ്ഞിട്ടാണ് കല്യാണം ഉറപ്പിച്ചത്. ഇതിപ്പം അവർ കുറച്ച് അവധിയും കൂടെ നീട്ടി തന്നതാ. ഇനി നമുക്ക് പറ്റിയല്ലെന്ന് പറയുവാണെങ്കിൽ അവര് പെണ്ണിനെ വേറെ കെട്ടിക്കത്തേ ഉള്ളൂ. ചെറുക്കന്റെ പ്രായം ഇത്രയായി, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഈ സാഹചര്യം മനസ്സിലാകാതെ പെരുമാറുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഈ പെണ്ണ് ടീച്ചറാന്നല്ലേ പറഞ്ഞേ, അവക്കെന്താ ഒരു വിവരമില്ല, ഒരു മര്യാദയില്ല. അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് നല്ലത്. സാവിത്രി, പെണ്ണിന് അച്ഛനും അമ്മയില്ല. അമ്മാവന്റെ അമ്മായിയുടെയും കൂടിയാണ് പെണ്ണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ മകളുടെ പ്രസവത്തിന് വേണ്ടിട്ട് ഗൾഫിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഈ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നോക്കുന്നത്. അതുകൊണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ അനാഥ പെണ്ണിനെയാണോ മകന് വേണ്ടിട്ട് വിശിഷ്ടമായിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്? അയ്യോ, അതങ്ങ് പോണെങ്കിൽ പോട്ടെ, വേറെ കിട്ടും. അയ്യോ, സാവിത്രി നാത്തൂൻ ഇങ്ങ് എത്തിയായിരുന്നോ? ഞാനാണെങ്കിൽ നാത്തൂൻ എത്തുന്നതിന് മുമ്പ് വരണമെന്ന് വിചാരിച്ചതാണേ. ഒന്നും പറയണ്ട. കൊള്ളാം, ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ സിന്ധു ചേച്ചി വേഗം എത്തണമെന്ന്. ഞാൻ ബസ്സും പിടിച്ച് ഓട്ടോയും പിടിച്ച് ഇവിടെ എത്തി. 2 വീട് അപ്പുറം കിടക്കുന്ന സിന്ധു ചേച്ചിക്ക് ഇവിടെ എത്താനാണ് ഇത്ര സമയം? എന്റെ നാത്തൂനെ, എനിക്കൊരു മകനുള്ളത് ഇന്നലെ പൂരാകൃതി പിന്നെ കള്ളുകൂടിയും കഴിഞ്ഞേച്ച് കൂട്ടുകാരോട് കൂടി കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് കിടപ്പുണ്ട്. ഇന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റ് അതിന് വല്ല കുറച്ച് ഭക്ഷണം കൊടുക്കാന്ന് ഓർത്ത് അവിടെ നിന്നതാ. ഇതുവരെ ചെറുങ്ങനെ എഴുന്നേറ്റിട്ടില്ല. എന്ത് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ദൈവമേ, പറയണ്ട. സിന്ധു ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ പെങ്ങളാണ്. എന്നെ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. എന്റെ വാക്കിനൊരു വിലയും തരണ്ട. പക്ഷെ സിന്ധു ചേച്ചിയുടെ വാക്കിന് വില കൊടുക്കാലോ. വില കൊടുക്കാലോ. ഒന്നുമില്ലെങ്കിലും ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയല്ലേ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പൊ അവനെ കെട്ടിക്കുന്നതിനോട് താല്പര്യമില്ല. ഒരു 6 മാസം കൂടെ കഴിയട്ടെ, ആണ്ട് കഴിയട്ടെ, എന്നിട്ട് കല്യാണം നടത്താം. അല്ലെങ്കിൽ ഇത് എന്തൊരു കഷ്ടമാ ചേച്ചി. രമേശ് ചേട്ടൻ അവിടെ പറയുന്നുണ്ടായിരുന്നു അങ്ങ് നടത്തിയേക്കാന്ന്. ഞാൻ രമേശ് ചേട്ടന് നല്ല വഴക്ക് പറഞ്ഞു. ഇപ്പൊ എന്തായാലും 1 വർഷം കഴിയട്ടെ, എന്നിട്ട് അങ്ങ് നടത്തിയാൽ മതി. അല്ലെങ്കിൽ ഈ ആലോചന വേണ്ടെന്നുള്ളത് എന്റെ അഭിപ്രായം. കാര്യം പെണ്ണ് ടീച്ചറൊക്കെ ആണെങ്കിലും ഒരു അനാഥ പെണ്ണല്ലേ, അത് വേണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. കല്യാണം നടന്നില്ലെങ്കിലും ഇനിയിപ്പോ ഇത് നടത്താനും ഇതിന്റെ പുറകെ ഓടാനും അവനൊരു പെണ്ണ് നോക്കാനും ഒക്കെ ആരാ ഉള്ളത്? ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടണ്ടേ? ഇത് നല്ല പെങ്കൊച്ച, നല്ലൊരു പാവം പിടിച്ച പെങ്കൊച്ച. അത്യാവശ്യം ഒരു ജോലിയുണ്ട്. അവർ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടിട്ട് ഇത് നടത്താന്ന ഞാൻ വിചാരിക്കുന്നത്. വിഷ്ണു വന്നോ? അല്ലടാ, നിന്റെ കല്യാണം നടത്താൻ പോവാന്നാണല്ലോ അമ്മ പറയുന്നത്. നിന്റെ അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം പോലും ആയില്ലല്ലോ. അതിനു മുമ്പ് നിനക്ക് ഈ 6 മാസം ആകുന്നതിന് മുന്നേ നിനക്ക് ഇപ്പൊ കല്യാണം നടത്തണോ? അത് അമ്മ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അമ്മ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഓക്കെയാ. അതെങ്ങനെയാടാ നിന്റെ അമ്മ മാത്രം തീരുമാനിക്കുന്നത്? അപ്പൊ ഞങ്ങൾക്കൊന്നും യാതൊരു വിലയും നീ തരുന്നില്ലേ? നിന്റെ കല്യാണത്തിന് നിന്റെ അമ്മ മാത്രം മതിയോ? ഞങ്ങളൊന്നും വേണ്ടേ? ഞാൻ നിന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യ.
ഇത് നിന്റെ അച്ഛന്റെ പെങ്ങളുവാ. ഞങ്ങളൊന്നും വേണ്ടേ നിന്റെ കല്യാണത്തിന്? അമ്മ മാത്രം മതിയോ? എനിക്കെൻ്റെ അമ്മയാണ് വലുത്. അപ്പോൾ അമ്മ എന്ത് തീരുമാനിച്ചാലും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ആ അമ്മേ, ഞാനങ്ങ് പോയേക്കുവാ. ഞാൻ ആ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. ആ ശരിയടാ. വല്ലാത്തൊരു ചെറുക്കൻ തന്നെ. ഇതൊക്കെ ഇങ്ങനെ മാറിപ്പോയതിന്റെ കാരണം എന്താണാവോന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ മരിക്കുന്നോടെ വരെ ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓ, നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ചെറുക്കന് വല്ല കൂസലും വില ഉണ്ടോ നോക്കിക്ക്. ഉള്ള എന്തായാലും നല്ല കാര്യങ്ങളൊക്കെയാ പറഞ്ഞു കൊടുത്ത് വെച്ചേക്കുന്നത്. ആ ചെറുക്കൻ അച്ഛനമ്മ മരിച്ചപ്പോഴത്തേക്കുവേ ചെറുക്കൻ എന്തോ വലിയ വീട്ടിലെ കാരണവരായ മട്ട. ഇനിയിപ്പോ അച്ഛൻ മരിച്ചു, ഇനിയിപ്പോ അച്ഛന്റെ വീട്ടുകാരൊന്നും അവന് ഇനി വേണ്ട. അവനെ മിനിഞ്ഞാന്ന് വന്നു, അപ്പുറത്ത് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലെങ്ങാണ്ട് പോയതാ. ഞാൻ അവിടെ നിന്ന് ആ ചെടി നനയ്ക്കുന്നുണ്ടായിരുന്നു. ഇവനൊരു ക്രമാതൊരു അക്ഷരം എന്നോട് ഇവൻ മിണ്ടിയില്ല. ഇവന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യയല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? ഒന്നും ഇവൻ മിണ്ടില്ല. ഇവനൊന്ന് നോക്കി ചിരിക്കുവോ. അയ്യോ, ലത എന്നോട് ചോദിച്ചു അതന്നെ ചെറുക്കനൊന്നും മൈൻഡാക്കാത്ത വല്ല പ്രശ്നമുണ്ടോന്ന്. വല്ലതും പറയാൻ പറ്റുവോ? ചെറുക്കൻ വല്ലാണ്ടൊന്ന് മാറിപ്പോയി. ചെറുക്കൻ ഒരു മാതിരി സ്വഭാവമായി പോയി അല്ലേ? ഓ, ഇപ്പൊ അങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം. ഇപ്പൊ നമ്മളെ കണ്ടിട്ടേ രണ്ട് വർത്താനം പറയാൻ നമ്മൾ ഉടനെ ഹെൽമെറ്റ് എടുത്തിപ്പോ പോയത് കണ്ടില്ലേ? അത് തന്നെയാ കാര്യം. ഇനിയിപ്പം കെട്ടിയവന്റെ വീട്ടുകാരൊക്കെ ഇനിയിപ്പൊ അന്യന്മാരായിരിക്കും. കെട്ടിയവനങ്ങ് പോയല്ലോ. ഇനിയിപ്പൊ എന്ത് വേണേലും ആകാലോ തോന്നിയ പോലെ. മകനും ഇനി തോന്നിയ പോലെ ആകാലോ. മതി, നിർത്തിക്കോ. രണ്ടുപേരും കൂടി ഇനി എന്റെ മകനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഒരാഴ്ചയാ അവന്റെ അച്ഛൻ വെന്റിലേറ്ററിൽ കിടന്നത്. നിങ്ങളെ രണ്ടുപേരെയും, നിങ്ങളെ ആരെയും ആ ആശുപത്രിയുടെ പരിസരത്ത് പോലും കണ്ടില്ലല്ലോ. ഒന്ന് എത്തി നോക്കി പോലുമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അടക്കം കഴിഞ്ഞ് അന്നേരം തന്നെ നിങ്ങൾ അങ്ങ് പോയി. ഏതാണ്ടൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന നീ വരെ പോയില്ലേ? ഇവിടെ നിന്നോ? ഇവിടെ അയൽവക്കംകാരെല്ലാരും നിന്നു. പക്ഷെ നീ നിന്നോ? ഇവിടെ നിന്ന് അനിയനെ വിളിച്ചോണ്ട് അവള് പോയി, ഞങ്ങളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട്. എന്റെ മോനും പിന്നെ എന്റെ രണ്ട് ആങ്ങളമാരും കൂടിയിട്ടാ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കി നടത്തിയത്. ഓടി ഓടി എന്റെ മോനെ ആകെ തളർന്നിരിക്കുക. ആ ചെറുക്കനെ കുറിച്ചിട്ടാ നിങ്ങൾ ഇങ്ങനെ വേണ്ടാദിനങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ആരൊക്കെ ഇല്ലെങ്കിലും ഉള്ളവരും മതി. ഞാൻ ഈ കല്യാണം എന്തായാലും നടത്തും. നിങ്ങൾ ആരും സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വന്ന് സഹകരിക്കും. നാത്തൂന് തൃപ്തിയായാലോ? ഇനി എന്ത് കാണാൻ വേണ്ടിട്ട് ഇരിക്കുവാ? വാ ഏക്ക്, എന്റെ വീട്ടിലേക്ക് പോവാ. അവിടെ ഉണ്ട് കഞ്ഞി വെള്ളമൊക്കെ. അവിടുന്ന് കുടിച്ചാൽ മതി. ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ വയറ് നിറച്ചു. ഞാൻ വരുവാ സിന്ധു ചേച്ചി. എനിക്ക് രണ്ടാങ്ങളമാരുണ്ടായിരുന്നു. എന്റെ മൂത്ത ആങ്ങളെ മരിച്ചുപോയി. ഇനിയിപ്പോ മൂത്താങ്ങളയുടെ വീട്ടിലോട്ട് വരാൻ പറ്റിയായിരുന്നു മനസ്സിലായി. പോയേക്കാം. ഈ ആങ്ങളെ നിനക്ക് ഇല്ലാണ്ടായിട്ടുള്ളൂ. അവിടെ ആങ്ങളെയും ഉണ്ട്, ആങ്ങളയ്ക്ക് ഭാര്യയുണ്ട്. പോയിക്കോ. രണ്ടുപേരും കൂടെ പോയിരുന്നിട്ടേ ഞങ്ങളുടെ കുറ്റം പറഞ്ഞിട്ട് സന്തോഷിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു. എല്ലാം മുകളിൽ ഇരുന്നിട്ട് ഒരാൾ കാണുന്നുണ്ട്. ഈ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അവരുടെ പച്ചമാംസം തിന്നിട്ട് രസിക്കുമ്പോഴില്ലേ, അതൊന്ന് ഓർത്താ കൊള്ളാം. ഗതി കെട്ടവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ